പ്രസംഗങ്ങളിൽ തമാശകൾ കലർത്തി പറയുക എന്നത് ചില നേതാക്കളുടെ പ്രത്യേകതയാണ്. നിയമസഭയിൽ അംഗമായതോടെ കോടിയേരിയുടെ ശിഷ്യൻ സാക്ഷാൽ എൻ ഷംസീറും തമാശ പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത്രേ. പൊതുവേദികളെ പ്രകമ്പനം കൊള്ളിക്കാനും ഡെമോക്രസി വിഭവ സമ്പുഷ്ടമാക്കുവാനും തമാശകൾ വളരെ നല്ലതാണ്. ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ചിരിക്കല്ലേ വേണ്ടു? അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ? അങ്ങനെയുള്ള ചിരിയല്ല സാറേ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ? ഫലിതം എന്ന് വെച്ചാൽ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ തിരിച്ചിരിച്ച് മടുക്കണം. ദിനേശൻ ഒരു കാര്യം ചെയ്യും, ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന ഫലിത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക്. അപ്പോ കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇപ്പോ തോന്നുന്ന ചില തമാശകളിലേക്ക് കടക്കാം. ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി. RSS ആണെങ്കിൽ വലിയ പ്രതിസന്ധിയിലിരിക്കും. ട്രൗസർ വേണോ പാന്റ് വേണോ ചർച്ച. ഞാൻ ഈ പയ്യന്മാരെ ട്രൗസർ ആദ്യം കാണുന്നത് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 4ാം ക്ലാസ് പഠിക്കും ആ മോഡൽ സാധനം കാണുന്നത്. ഒരു പ്രായം ഉണ്ടല്ലോ, നമ്മളെ പുറക്കത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ ഓടി പുറത്തു കൂടെ പോകാനുള്ള ഇത് ഇൻട്രസ്റ്റ് പുരേന്ന് പുറത്തു കൊടുക്കുക. അപ്പൊ റോട്ടുമേലൊക്കെ പോകാൻ ചാൻസ് ഇട്ട് എന്തെങ്കിലും ഇങ്ങനെ സാധനം മേടിക്കാൻ പോകുമ്പോഴാണ്. അങ്ങനെ ഗോതമ്പ് പൊടിപ്പിക്കാൻ ഞാൻ പോയി. വേണ്ട പ്രായം കൗതുകത്തിന്റെ പ്രായമാണല്ലോ. കൗതുകത്തിന്റെ പ്രായമാകുമ്പോ ഈ ഗോതമ്പ് പൊടിപ്പിക്കാൻ പോകുന്ന മില്ലിൽ എല്ലാ സാധനങ്ങളും നോക്കൂല്ലോ. ഇങ്ങനെ കൗതുകത്തില് ഗോതമ്പം കൊണ്ടുപോയിട്ട് ആ സ്റ്റീൽ റാഡിലിട്ടു. എന്നിട്ട് അതിങ്ങനെ ഒരു മെഷീൻ്റെ ഉള്ളിലൂടെ വന്ന് സഞ്ചി ആ സഞ്ചി ട്രൗസർ ഓർക്കന്നെ കുറവായി തുടങ്ങി. ഇതൊരു മോശല്ലേ. 65 വയസ്സുള്ളൂ, 25 വയസ്സുള്ളൂ, 85 വയസ്സുള്ളൂ ഒരു ട്രൗസർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രൗസർ മാറ്റി പാന്റ് ആക്കണം. ഈ പാറസിനകത്തുള്ള ചർച്ച പാന്റ് വേണോ ട്രൗസർ വേണോ, ട്രൗസർ വേണോ പാന്റ് വേണോ ചർച്ച നടക്കുക. തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. നിങ്ങൾക്കറിയാല സോഷ്യലിസ്റ്റ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക, വീരേന്ദ്രൻ മകൻ KP മോഹനൻ വക. ഇപ്പൊ പാർട്ടി ആറ്റിലേക്ക് അച്യുതാ ചാടല്ല ചാടി. KP മോഹനാണ് പെറ്റെടുത്ത് മെച്ചെടുത്ത് മംഗളത്തിന് നൂല് കെട്ടില് മെയിൻ പരിപാടിയാണ്. കൂത്തുപറമ്പിന്റെ മന്ത്രിയാ. ഇങ്ങനെ വിളക്ക് നിലവിളി ശബ്ദം വരട്ടെ ഇങ്ങനെ കറങ്ങലാ. അപ്പൊ നമ്മളെ സഹാക്കലും കൂടി അത് തീർക്കുന്ന ഒരു രക്ഷയും കാണുന്നില്ല. KP മോഹൻ പെറ്റ ആടോടിയെത്തും, മരിച്ചാൽ ആടോടിയെത്തും. മംഗളത്തിനാണ് സാമ്പാർ വിളമ്പല്. അപ്പൊ ജനം പറഞ്ഞു അദ്ദേഹം സ്ഥിരം സാമ്പാർ വിളമ്പിക്കോട്ടെ, ടീച്ചർ നിയമസഭയിൽ പോയിക്കോട്ടെ. ഒരു ചങ്ങായി മരണമല്ല. കാണിച്ചേര CPM കൊല്ലത്ത് ഇങ്ങ് വലിയ കുമ്പളങ്ങായിരിക്കും 0. അവരുടെ കാര്യം എങ്ങനെയായിരുന്നാലും എതിർ സ്ഥാനാർത്ഥിയായ അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥിതി പരിതാപകരമാണ്. പ്രചാരണത്തിനിറങ്ങിയ കാലത്തെ സഖാക്കൾ ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത് കൈപിടിച്ച് ഞെരിച്ചു എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയ ആളാണ് കുട്ടി. തോറ്റുപോയി എന്ന് വെച്ച് പരാതി ഇല്ലാതാകുന്നില്ലല്ലോ. കൈ പിടിച്ച് തിരിച്ച് ഒരു വഴിക്കാക്കിയ ആ കുറ്റകൃത്യം പരാതിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്റെ കൈ പിടിച്ച് ഞമ്മണ്ടിക്കളഞ്ഞു ചർച്ച. ഞമ്മണ്ടുവല്ലോ ഇലക്ഷനിലെ ആള്. എന്താ കാരണം അറിയും? ഞാൻ ഈ ഞമ്മണ്ടിയെ പറ്റി അന്വേഷിച്ചു. എന്താ കൈ ഞമ്മണ്ടാൻ കാരണം? ഒരു 50 വയസ്സുകാരൻ കൊഴഞ്ഞൂന് വിളിച്ചു. 50 വയസ്സുകാരനാവും. രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ചു. അവിടെ സഖാക്കള് കുണ്ടുചുറയാണ്. സഖാവെ ഒരു 50 വയസ്സുകാരനാണ്, കൊഴഞ്ഞു വീണ് മരിച്ചിട്ട് ബ്രോഡ് ഡെഡ് ആണ്, ഒന്ന് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി തരണം. SI പിടിച്ചവൻ പറഞ്ഞൊരു കാര്യം, ഈ അടുത്ത ബന്ധുക്കൾ വന്ന് അണ്ടർടേക്കിംഗ് ചെയ്ത് ഒഴിവാക്കി തരാം. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്ക്, ഞങ്ങൾ അതിന് ഉത്തരവാദിത്തം എടുക്കണം. അങ്ങനെ ബോഡി വിട്ടുകൊടുത്തു. 4 മണിക്ക് സംസ്കാരം, 3 മണിക്ക് ഞാൻ പോയി. ഞാൻ എത്തി എന്റെ ബാഗിൽ തന്നെ മുഖ്യമന്ത്രി എന്താ കയറുമ്പോൾ തന്നെ പറയുന്നത്, ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ശ്മശാനം ഉണ്ടാക്കി തരാം. ആരെടുക്കാൻ മരിച്ചാൽ അവർക്ക് പോയിട്ട് അത് കണ്ടേക്കൊക്കെ മരിക്കാൻ തോന്നും. ആരോടെ പറയുന്ന മക്കളോട് ഞമ്മണ്ടിയില്ലെങ്കിൽ 70. കൈതിരിക്കലും തമാശകളുമായി ഷംസീർ ഇനിയും ഇതുവഴി വരും എന്ന പ്രതീക്ഷയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് സ്പീക്കറുടെ കവിത. ഒടുവിലീ ഭൂമി ഒരു സംഗീതമാകുമെന്നും അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല.